അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മൈസൂർ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ ചെന്നിട്ട് വേണം ഞങ്ങൾക്കിനി അടുത്ത പാതയിലേക്ക് തിരിയാൻ. ഇപ്പോൾ പോകുമ്പോൾ സൂര്യകാന്തിയുടെ വിത്തുകൾ പാകികൾ കാണാം. ചെറുതായി കിളുത്ത് വരുന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് തന്നെ സൂര്യകാന്തി പൂവ് പയ്യെ വളർന്നു വരുന്നുണ്ട്. പക്ഷെ അവിടെ നിർത്തിയെടുക്കാനുള്ള സിറ്റുവേഷനിലായിരുന്നു, മഴയായിരുന്നു. അതാണ് കൂടുതൽ വ്യക്തമാകാത്തത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ എല്ലാം. ഞങ്ങൾ മൈസൂരിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിലേക്ക് ഞങ്ങൾ വലിയ വണ്ടി കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ബൈപ്പാസ് വഴിയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെയെല്ലാം ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം പണിയെന്ന് തോന്നാം. അങ്ങനെ വെൽക്കം ടു ദക്ഷിണകാശി എന്നൊരു ബോർഡൊക്കെ കണ്ടു. ഞങ്ങൾ പയ്യെ മൈസൂരിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മൾ കാണുന്നത് മൈസൂർ എയർപോർട്ടാണ്. ഇത് മന്ദഗള്ളി എന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മന്ദഗള്ളി എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൂടുതലും ആഭ്യന്തര വിമാന സർവീസുകളാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ പോകുമ്പോൾ മലമുകളിൽ കുറേ ബിൽഡിംഗ് ആണ്. ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അതാണ് ചാമുണ്ഡി ഹിൽ എന്ന് നമുക്കറിയാൻ സാധിച്ചത്. നമ്മുടെ കേരളത്തിലേക്ക് മുഴുവൻ പച്ചക്കറി കയറ്റിവിടുന്ന സ്ഥലമാണ് കാണുന്നത്. ഇവിടുത്തെ മൈസൂരിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റാണ് അത് കാണുന്നത്. അങ്ങനെ നമ്മൾ ചാമുണ്ഡി ഹില്ലിൻ്റെ താഴ്വരയിലൂടെയാണ് പോകുന്നത്. മൈസൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ചാമുണ്ഡി ഹിൽ സ്ഥിതി ചെയ്യുന്നത്. ചാമുണ്ടേശ്വരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏതാണ്ട് 1000-ൽ പരം പടികൾ ചവിട്ടി വേണം ചാമുണ്ടേശ്വരിയെ കാണാൻ മലയിൽ എത്താൻ പറ്റൂ. അവിടുന്ന് മുന്നോട്ടുള്ള യാത്ര മഴയായിരുന്നു. റോഡിൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായി ശ്രീരംഗപട്ടണ എന്നൊരു സ്ഥലത്ത് ഒരു പെട്ടിക്കൽ ഒതുക്കിയേക്കാണ്. വിപിനാണെങ്കിൽ ഓടിച്ചാടി പോയിട്ടുണ്ട്. ഇതേ പോയി നിൽക്കണം. പുള്ളി അത് വേണം ഇത് വേണം എല്ലാ എണ്ണം ഷുഗർ അങ്ങോട്ട് ന്യായമായിട്ടുണ്ട്. എന്നിട്ടുള്ള മധുരമുള്ള മുഴുവൻ കയറ്റി വരുന്നുണ്ട്. പുള്ളിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടംമാതിരി സാധനം ഇരിക്കണേ, ഏതുകൊണ്ട് എടുക്കാം. പുള്ളി അതെന്നാ വില ഇതെന്നാ വില. ഇന്ത്യക്കാരനോട് വില പേശുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനിടയിൽ ടയർ ഞങ്ങളെ ചതിച്ചു. ടയർ ഒരെണ്ണം പഞ്ചറായി. പുള്ളിയാണെങ്കിൽ ജാക്കി വയ്ക്കാൻ അടിയിലൂടെ കയറുന്ന കഷ്ടപ്പാടാണ് കാണുന്നത്. ഞങ്ങളുടെ ഈ കടക്കാരൻ ആണ് ഞങ്ങളുടെ ടയറൊക്കെ നിറച്ച് തന്നു. രാത്രി 12 മണിയായി. അവിടെ കട അടച്ചായിരുന്നു. തുറന്നു തന്നു ഞങ്ങൾ സഹായിച്ചു. അന്നേരം ഒരു ട്രെയിനൊക്കെ നമ്മുടെ തലമുകളിലൂടെ പോകുന്നുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ രാത്രി 1 മണിയായി. എനിക്ക് 1 മണിയായി ഞങ്ങൾ ചോറുണ്ടപ്പോൾ. അങ്ങനെ ചോറിനൊക്കെ കഴിഞ്ഞ് ചട്ടിയൊക്കെ വടിച്ച് തൂത്ത് വാരി വലിയൊരു മൽപ്പിടം തന്നെയാണ് പുള്ളി കാഴ്ചവെക്കുന്നത്. കൂടെ ഞാനും. നമ്മളീ കാണുന്ന ബിൽഡിങ് ഇന്ത്യയിലെ തന്നെ കാറുകളുടെ രാജാവായ കിയയുടെ നിർമ്മാണശാലയാണ് കാണുന്നത്. ഇവിടെ കിയയുടെ സെൽറ്റോസ്, കാരൻസ്, സോണറ്റ് എന്നുള്ള മോഡലാണ് കൂടുതൽ നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. 530 ഏക്കർ സ്ഥലത്താണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. 14,000 ജോലിക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാനായി ഞങ്ങളൊരു ഹോട്ടലിൻ്റെ വാതിൽക്കൽ ഒതുക്കിയേക്കുവാണ്. അവിടെ നിന്ന് വണ്ടിയെടുത്ത് മുന്നോട്ടുള്ള യാത്ര. ഇനി ഒരു 550 കിലോമീറ്റർ കൂടി. എന്നാൽ പിന്നെ ഇത്ര ലോങ് പോവല്ലേ, മാസമൊക്കെ കാണിച്ചേക്കാന്ന് ഓർത്തപ്പോൾ വേണ്ടടാ. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലേക്ക് കയറുകയാണ്. സിറ്റി കയറുന്നില്ല കേട്ടോ. ഇവിടെ റിംഗ് റോഡുണ്ട്. ഈ റിംഗ് റോഡിൻ്റെ പ്രത്യേകത ഓരോ എക്സിറ്റിനും ഓരോ ചിത്രശലഭങ്ങളുടെ ആകൃതിയിലാണ് ഇത് പടർന്നു വച്ചിരിക്കുന്നത്. ഞാനിപ്പം മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ രീതി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഗൂഗിൾ മാപ്പ് വരുന്ന സംഭവം സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇത് ഹൈദരാബാദ് റിംഗ് റോഡാണ്. അതിൻ്റെ ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്ത പിക്ചറാണ് ഈ കാണുന്നത്. ഹൈദരാബാദ് റിംഗ് റോഡിലൂടെയുള്ള യാത്രയാണിത്. ഞങ്ങൾക്ക് ഏകദേശം ഔട്ടടിക്കണമെങ്കിൽ 69 കിലോമീറ്ററോളം ഓടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഹൈദരാബാദ് റിംഗ് റോഡിൽ നിന്നും നമ്മൾ എക്സിറ്റ് അടിച്ച്
നാഗ്പൂർ റൂട്ടിലൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഹൈദരാബാദ് ടു നാഗ്പൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.